സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ആസ്പദമാക്കിയുള്ള പഠനത്തിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പം നമ്മുടെ വിഷയം നിത്യജീവനായിരിക്കണം. ഇവിടെ കർത്താവ് പറഞ്ഞത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. തിബിരിയാസ് കടക്കരയിൽ വെച്ച് ഒരപ്പം വാഴ്ത്തി നുറുക്കി അവർ ഭക്ഷിച്ചു, തൃപ്തരായി. അത് വേദപണ്ഡിതന്മാരുടെ പഠനം അനുസരിച്ച് 10, 20,000, 25,000, 30,000 പേരൊക്കെ വന്ന് തിന്നെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഭക്ഷിച്ച് വീട്ടിലും ശിഷ്യന്മാർ കൊണ്ടുപോയി 12 കൊട്ട നിറച്ചെടുത്ത് വീട്ടിലും കൊണ്ടുപോയി കൊടുത്തു. 3-4 ഭാഗത്ത് അപ്പം ഇങ്ങനെ പെരുപ്പിച്ച് കൊടുത്തു എന്ന് പറയുന്നു. ഇത് തിന്നാനാണ് യേശുവിൻ്റെ പിറകെ പോയത്. ഭൗതികമായ ആവശ്യങ്ങളുടെ പിറകെ പോകുന്നവരാണ് ഇന്ന് നല്ലൊരു ശതമാനവും യേശുവിൻ്റെ പിറകെ എന്ന് പറഞ്ഞ്. സഭകൾ കിടക്കുന്ന നല്ലൊരു ശതമാനവും ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. പ്രാർത്ഥിച്ച് കടം മാറ്റുക, കഷ്ടത മാറ്റുക, രോഗം മാറ്റുക, കണ്ണീര് തുടയ്ക്കുക, വിസ കിട്ടുക, ജോലി കിട്ടുക, ലോകത്തിൻ്റെ ഭൗതിക കാര്യങ്ങൾ നിറവേറ്റുക. അതാണ് പ്രധാനമായും പലരുടെയും ലക്ഷ്യം. അതിന് പറ്റിയ കുറേ പാസ്റ്റർമാരുമുണ്ട്. അവരെല്ലാം പ്രാർത്ഥിച്ചത് നൽകിക്കൊടുത്ത് അവരുടെ നന്മകൾ മേടിച്ച് സുഖിച്ച് സന്തോഷിച്ച് ജീവിക്കുക. കർത്താവ് വന്ന് സഭയെടുക്കാൻ നേരമായി. ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവില്ലാതെ, ക്രിസ്തുവിൻ്റെ സ്വഭാവമില്ലാതെ, ക്രിസ്തുവിൻ്റെ മനസ്സില്ലാതെ, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാത്ത ആർക്കും തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അൻപരായി തീരാനാണ് ഈ ഉപദേശങ്ങൾ. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അൻപരാകുവാനാണ് നമ്മളെ മുൻനിയമിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ആ ദിവ്യ സ്വഭാവം, ആ മനസ്സ്, ആ ഭാവം നമ്മൾ പ്രാപിച്ചെടുക്കണം. അതിന് ഈ ഉപദേശം പഠിപ്പിച്ച് ആകാത്ത വഴികളെല്ലാം വിട്ട് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് ജനത്തെ നടത്തി അവരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ള മഹത്തരമായ ശുശ്രൂഷയുടെ ഗോള്, അല്ലെങ്കിൽ അതിൻ്റെ ആ ലക്ഷ്യം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ദൈവമക്കൾ നന്നായിട്ട് ഗ്രഹിക്കുക. ഹല്ലേലൂയ. തിബിരിയാസ് കടക്കരയിൽ വെച്ച് അപ്പത്തെ വാഴ്ത്തി നുറുക്കി ബഹുഭൂരിപക്ഷം ജനം ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ചു പോയി. പിറ്റേ ദിവസം കിട്ടുമോ എന്നറിഞ്ഞു വന്നു. 22 വായിക്കാം, 6-22 ഞാൻ വായിക്കാൻ പോവാ. പിറ്റേന്നാൾ കടൽക്കരയിൽ നിന്ന പുരുഷാരം ഒരു പടകല്ലാതെ അവിടെ വേറെ ഒന്നുമില്ലായിരുന്നു എന്നും യേശു ശിഷ്യന്മാരോട് പടകിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നു എന്നും ഗ്രഹിച്ചു. എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അവർ അപ്പം തിന്ന സ്ഥലത്തിനരികെ തിബിരിയാസിൽ നിന്ന് ചെറുപടകുകൾ എത്തിയിരുന്നു. യേശു അവിടെ ഇല്ല എന്ന് ശിഷ്യന്മാരും ഇല്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങൾ പടക് കയറി യേശുവിനെ തിരഞ്ഞ് കഫർനഹൂമിലെത്തി. കടൽക്കരെ അവനെ കണ്ടപ്പോൾ, റബ്ബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. എന്തോ ഒരു ചോദ്യമാണെന്ന് ചോദിച്ചു. ഗുരു, റബ്ബി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഗുരു എന്നാണല്ലോ. നീ എപ്പോൾ ഇവിടെ വന്നു? നിങ്ങൾ നിന്നെ തിരക്കി നടക്കായിരുന്നല്ലോ. ഈ കപട ചോദ്യം. അതിന് യേശു അതെല്ലാം തിരിച്ചറിഞ്ഞ് നമ്മുടെ കപട സ്വഭാവമൊക്കെ, നമ്മുടെ കപട പ്രാർത്ഥനയൊക്കെ, നമ്മുടെ കപട സ്നേഹമൊക്കെ ദൈവം നന്നായിട്ട് അറിയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് തട്ടിപ്പും വെട്ടിപ്പും ചതിയും കള്ളത്തരവും കാണിക്കുമ്പോൾ അത് പിടിച്ചെടുക്കാൻ വേണ്ടി ക്യാമറ, സർവത്ര ക്യാമറ. 2 പരിപ്പോടെയും 2 ഉഴുന്നോടെയും ചായയൊക്കെ കൊടുക്കുന്ന കടയിൽ പോലും ക്യാമറ. എല്ലായിടത്തും ക്യാമറയാണ്. ഏദൻ തോട്ടത്തിൽ ക്യാമറ ഉണ്ടായിരുന്നു. നമ്മളത് മറന്നു പോകരുത്. നമ്മുടെ ജീവിതം ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന ക്യാമറ ഈ ഭൂമിയിൽ വെച്ചിട്ടുണ്ട് ദൈവം. യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്നു, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ അപ്പം തിന്ന് തൃപ്തരായി പിന്നെയും കിട്ടുമോ എന്ന് പറഞ്ഞ് ജനം വന്ന് യേശുവിനോട് ചോദിച്ചു, റബ്ബി, നീ ഇപ്പോൾ എവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. അപ്പോഴാണ് കർത്താവ് നമ്മുടെ ഗുരുവാക്യം പറയുന്നത്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവാം ദൈവം മുദ്രയിട്ടിരിക്കുന്നു. നിങ്ങൾ ഈ തിന്ന അപ്പം മറപ്പുറയിലേക്ക് പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. നശിച്ചു പോകാത്ത ആഹാരം ഏതാ? അതേ അധ്യായം 6-63 ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള അകത്തെ മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഈ വചനങ്ങൾ കേട്ട് അനുസരിക്കണം. മോശയിക പ്രമാണം
ഇസ്രായേൽ മക്കൾ അനുസരിക്കണമായിരുന്നു, അതവർ അനുസരിച്ചില്ലെന്നാണ് കർത്താവ് അവരോട് കുറ്റപ്പെടുത്തിയത്. മോശ നിങ്ങൾക്ക് പ്രമാണം തന്നെങ്കിലും നിങ്ങൾ അനുസരിക്കില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. സേവാനസും പറഞ്ഞത് അതാ. യേശു സൗഖ്യമാകിയ കുഷ്ഠരോഗിയോട് യേശു എന്താ പറഞ്ഞത്? നീ പോയി പുരോഹിതനെ കാണിച്ച് മോശ പറയുന്ന വിധികളെല്ലാം ചെയ്യുക. അവരുടെ കാലഘട്ടത്ത്, ന്യായപ്രമാണ കാലഘട്ടത്ത് അവർക്ക് കൊടുത്ത പ്രമാണം അവർ അനുസരിക്കണമായിരുന്നു. ലൂക്കോസ് 16:16 ഒന്ന് വായിച്ചേ. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാനിപ്പോൾ വായിക്കാൻ പോകുന്ന വാക്യം ലൂക്കോസ് 16:16. ദൈവമക്കൾ ഈ വാക്യങ്ങളൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ആത്മീയമായി മുമ്പോട്ട് പോകണം. ഇല്ലെങ്കിൽ അപകടത്തിൽ ചെന്ന് ചാടും. അപകടം മണത്തത് കൊണ്ടായി പറയുന്നത്. ലൂക്കോസ് 16:16. മോശയുടെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. മതി. മോശയുടെയും ന്യായപ്രമാണത്തിന്റെ കാലം എവിടം വരെ ആയിരുന്നു? യോഹന്നാൻ സ്നാപകൻ വരെ. യേശു ക്രിസ്തുവിന് വഴികാട്ടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ വരെ ആയിരുന്നു ന്യായപ്രമാണ കാലഘട്ടം. അത് കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണം തിരുത്തി എഴുതി. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ഗലാത്യർ 6:2 ഒരു പുതിയ പ്രമാണം തന്നു. അതിന് യാക്കോബ് പറയുന്ന പദം ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. യാക്കോബിൻ്റെ ഒരു പ്രയോഗമാണത്. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. 2 പദങ്ങൾ യാക്കോബ് പറയുന്നുണ്ട് അതിന്. യാക്കോബിൻ്റെ ലേഖനം എടുക്കാം. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. സ്തോത്രം. എബ്രായ ലേഖനം കഴിഞ്ഞാൽ യാക്കോബ്. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. സ്തോത്രം. യാക്കോബ് 1:25, 2:12. അത് കഴിഞ്ഞ് യാക്കോബ് 2:8 രാജകീയ ന്യായപ്രമാണം. പുതിയ നിയമ പ്രമാണത്തെക്കുറിച്ച് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ്. ബഹുമാനപ്പെട്ട ദൈവമക്കളെ, ദൈവദാസന്മാരെ, നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. പ്രമാണം മാറിയ വിവരം ഇന്ന് പല ഭക്തന്മാർക്കും അറിയത്തില്ല. സങ്കീർത്തനം പഠിപ്പിച്ചും ന്യായപ്രമാണത്തിലെ വെട്ടും കുത്തും അടിയും യുദ്ധവും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. വെട്ടുകഥ, കിഴവിക്കഥ, നിർമ്മിത കഥ, സങ്കല്പകഥ. ഞാനിത് മനസ്സിലാക്കിയത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് ഒരു ആത്മീയ വളർച്ചയില്ല, ഒരു ആത്മീയ വർധനവില്ല, അവർക്കൊരു ആത്മീയ നിറവില്ല. അവരെല്ലാം ഇന്ന് ശൈശവാവസ്ഥയിൽ കിടക്കുക. ഒരു വിഷയം ഉണ്ടപ്പോൾ പ്രാർത്ഥിക്കാൻ അവർക്ക് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, സ്വന്തമായിട്ട് വചനം ധ്യാനിക്കാൻ അറിയത്തില്ല. ശൈശവാവസ്ഥയിൽ കിടക്കുക. തന്നിമിത്തം എന്ത് സംഭവിക്കുന്നു? വിഷയങ്ങളുടെ മുൻപിൽ അവർ ചൂളിപ്പോകുന്നു. ഒരു രോഗം വന്നാൽ, ഒരു കഷ്ടത വന്നാൽ, ഒരു ഭാരം വന്നാൽ, ഒരു ക്രൈസിസ് വന്നാൽ എന്ത് പറ്റി? വിശ്വാസ ജീവിതം തകർന്ന് തരിപ്പണമാകുന്നു. പലരും പിന്മാറിപ്പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ വേറൊരു ഭാഗം എൻ്റെ ഹൃദയത്തിൽ വരിക. അതൊരു വിഷയമായിട്ട് എടുത്ത് പ്രസംഗിക്കേണ്ടതാണ്. എക്സോഡസ്, പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം. ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും എടുത്ത് വയ്ക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ ഒന്നുമില്ല വാക്യം യഹോവ മോശയോടും അഹ്റോനോടും മുസ്ലിം ദേശത്തെ അരുളിയത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവ്വസഭകളോടും വിളിച്ചു പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതാത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം വീടിനടുത്തുള്ള അയൽക്കാരനെയും കൂടി കൂട്ടണം. അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിനൊത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടി എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തത് 1 വയസ്സ് പ്രായമുള്ള ആണും ആയിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ, 10-ാം തീയതി ആട്ടിൻകുട്ടി എടുക്കണം. 14-ാം തീയതി വരെ സൂക്ഷിക്കണം. ആദാമ വീഴ്ച മുതൽ 4000 വർഷങ്ങൾക്ക് ശേഷം യേശുക്രിസ്തു
പ്രത്യക്ഷപ്പെട്ട് മനുഷ്യനെ വീണ്ടെടുക്കുന്നതാണ് ഈ 4-ാം ദിവസം. 4 ദിവസം സൂക്ഷിക്കണം. 10 മുതൽ 4 വരെ, 10-ാം തീയതി എടുത്ത് 4 ദിവസം വരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. 14-ാം തീയതി മുതൽ 4 ദിവസം വരെ, മനുഷ്യ വീഴ്ച മുതൽ 4000 വർഷം കഴിഞ്ഞാണ് വീണ്ടെടുപ്പ് എന്നുള്ളതിന് ഒരു നിഴലാണ് ഈ 4 ദിവസം. ഹല്ലേലൂയ. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ മക്കളുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിൻ്റെ രക്തമെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിക്കലും കട്ടളക്കാലിലും കൊടുമ്പൊടിമേലും അത് പുരട്ടണം. എന്തിനാണ് പുരട്ടുന്നത്? സംഹാരകൻ കടന്നു വരുമ്പോൾ കട്ടളക്കാലും കൊടുമ്പൊടിമേലും രക്തം കാണുന്ന വീടുകളെ സംഹാരകൻ ഒഴിഞ്ഞു പോകും. ഈ ആട്ടിൻകുട്ടി ഏതിന് നിഴലാണ്? കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലാണ്. ബുക്ക് ഓഫ് എക്സോഡസ് 12-ാം അധ്യായം പഠിപ്പിക്കുന്ന ഈ ആട്ടിൻകുട്ടി, ഊനമില്ലാത്ത ആട്ടിൻകുട്ടി യേശു ക്രിസ്തുവിന് നിഴലാണ്. ഇതിലൊരു മർമ്മം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് പറയാനാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാനോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു കർത്താവ് പറഞ്ഞു. കർത്താവ് സംസാരിച്ച വചനത്തിന് ജീവനുണ്ട്. അത് തെളിയിക്കാനാണ് ഈ വേദഭാഗം ഞാൻ വായിക്കുന്നത്. ഈ മാസം 14-ാം തീയതി വരെ സൂക്ഷിക്കണം. ഇസ്രായേൽ മക്കളുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിന് രക്തമെടുത്ത് കട്ടളക്കാലും കുറുമുടിമേലും പുരട്ടണം, സംഹാരകൻ പടുമ്പോൾ കടന്നു പോകാൻ. അന്ന് രാത്രി വരെ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പി ചീരോടുകൂടി തിന്നണം. അപ്പോൾ ഈ ആട്ടിൻകുട്ടിയെ അറുത്ത് അതിനെ ചുട്ട്, അതിൻ്റെ മാംസം തീയിലിട്ട് ചുട്ട്, അതിൻ്റെ മേധസ് മുഴുവൻ സ്വത്രം തീയിൽ ചുട്ട് കളയണം. അതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ തീയിലിട്ട് ചുട്ടിട്ട് എന്ത് ചെയ്യണം? ഇത് തിന്നണം. അയൽക്കാരനെ കൂടെ വിളിക്കണം. കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ നിനക്ക് മാത്രം ഉള്ളതല്ല, അയൽക്കാർക്കും കൂടി വേണ്ടിയുള്ളതാണ്. അവരോടൊക്കെ പറയണം, ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയണം, പ്രബോധിപ്പിക്കണം, ഉപദേശിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അയൽക്കാരനെ കൂടെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം? പുളിപ്പില്ലാത്ത അപ്പവും തീയിൽ ചുട്ടതായ ആ മാംസം പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. പുളിച്ചത് തിന്നരുത്, പുളിച്ചത് ദുരുപദേശത്തിനില്ല. സ്തോത്രം. അപ്പോൾ തീയിൽ ചുട്ട അപ്പം തിന്നണം. കയ്പി ചീരോടുകൂടി അത് തിന്നണം. കയ്പ് കഷ്ടതയ്ക്ക് നിഴലാണ്. കയ്പി ചീരോടുകൂടി ഈ അപ്പം തിന്നാൻ. അടുത്ത വാക്യത്തിലേക്ക് വരാം. സ്തോത്രം. പിറ്റേന്നാൾ കാലത്തേക്ക് അതിലൊട്ടി ശേഷിപ്പിക്കരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് ശേഷിച്ചത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. ഈ തിന്നാൻ നേരത്തൊരു പ്രമാണം, അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങളത് തിന്നണം. തിടുക്കത്തോടെ അത് തിന്നണം. ഈ ആട്ടിൻകുട്ടി യേശു ക്രിസ്തുവിൻ്റെ നിഴലാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് കയ്പിച്ചിലോടുകൂടി തിന്നണമെന്ന് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ പുറകെ പോകുമ്പോൾ കഷ്ടതയും ബുദ്ധിമുട്ടും അനുഭവിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തിന്നവൻ തികഞ്ഞവനായി. കയ്പിച്ചീര കഷ്ടതയെ കാണിക്കുന്നു. കഷ്ടതയോടുകൂടിയുള്ള ക്രിസ്തു ജീവിതം. കർത്താവിനെ നമ്മൾ ഈ ആട്ടിൻകുട്ടിയെ ഭക്ഷിക്കുമ്പോൾ കയ്പിച്ചീരോട് ഭക്ഷിക്കാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കഷ്ടതയോടുകൂടി ക്രിസ്തു ജീവിതം നയിക്കുക. കഷ്ടതയില്ലെങ്കിൽ കിരീടമില്ല. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായി. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങളവരുടെ കാൽച്ചോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. കയ്പിച്ചീരോടുകൂടി മാംസം ഭക്ഷിക്കണം. കഷ്ടതയോടുകൂടി കർത്താവിനെ പിൻപറ്റണം. കഷ്ടതയിലൂടെ വായിക്കുന്ന വചനങ്ങളാണ്, കർത്താവിൻ്റെ വചനങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ പതിയുന്നത്. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു വെച്ച് വലിയ ധനാഢ്യനായി കോടീശ്വരനായിരുന്ന് കർത്താവിനെ സേവിക്കാൻ ആർക്കും കഴിയില്ല. നിന്റെ നിക്ഷേപ പോലോടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ഹല്ലേലൂയ. കഷ്ടത ശാപമാണെന്ന് പഠിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേശകന്മാരും കുമിള് പോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുക. ദൈവജനം ജാഗ്രത. നായ്ക്കളെ സൂക്ഷിക്കുക, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക. ഈ 3 ഗ്രൂപ്പ് ആത്മീയ കോളത്തിൽ കിടന്ന് വിലസിയാണ്. നന്നായി വചനം വായിച്ച് നന്നായി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ നിങ്ങളുടെ നിത്യത നരകത്തിൽ കൊണ്ട് തള്ളിക്കളയവർ. സൂക്ഷിച്ചോ. കയ്പിച്ചീരോടുകൂടി ഭക്ഷിക്കണം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കാൻ ഈ ലോകത്തിൽ ഒരു പരദേശിയായി, ഒരു പ്രവാസിയായിട്ട് വേണം ജീവിക്കാൻ. എപ്പോഴും യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നോണം. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. ഇത് രണ്ടും സംഭവിക്കും. ഒരുക്കത്തിലായിരിക്കണം.
കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രധാന ലക്ഷ്യം സ്വർഗത്ത് പോകണം, നിത്യത പ്രാപിക്കണം, അതായിരിക്കണം. അപ്പോൾ സ്വർഗത്ത് പോകാനുള്ള ഒരുക്കത്തോടുകൂടി ആയിരിക്കണം. ഓരോ സഭായോഗങ്ങളും ഓരോ മീറ്റിങ്ങുകളും ഓരോ കൂടിവരവുകളും ആ ഒരുക്കത്തിന് വേണ്ടി ആയിരിക്കണം. ആത്മീക ഒരുക്കം, വിശുദ്ധിയെ തികച്ചുകൊണ്ടുള്ള ഒരു ആത്മീക ഒരുക്കം. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. കർത്താവിനെ കണ്ടെത്തി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാഭിഷേകം പ്രാപിച്ചു, ദൈവകൃപയിലായി, ഞാനൊരു സഭയിലായി. അന്ന് കഞ്ഞിക്ക് വകയില്ലായിരുന്നു, ഇന്ന് ഇഷ്ടം പോലെ കുടിക്കാനുണ്ട്, തിന്നാനുണ്ട്. അന്ന് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്നായിരുന്നു, ഇന്ന് ഏത് തിന്നണം ഏത് കുടിക്കണമെന്നായിരുന്നു. അന്ന് എന്ത് ഉടുക്കുമെന്നായിരുന്നു ചിന്ത, ഇന്ന് ഏത് ഉടുക്കണമെന്നായിരുന്നു ചിന്ത. ഇങ്ങനെയൊക്കെയാണ് പോകുന്ന പ്രസംഗങ്ങൾ. അതിനെല്ലാം നഖശികാന്തം കണ്ണിച്ച് ദൂരെ കളയുക. ഞാൻ കർത്താവിനെ കണ്ടെത്തിയാൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കഷ്ടത ഒരു ദൈവത്തിൻ്റെ അവകാശമാണ്. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. കേട്ടല്ലോ, പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായി. പൗലൂസിൻ്റെ ഒരു ശ്രദ്ധേയമായ പഠിപ്പിക്കലാണ് എബ്രായർ 2-ൽ. യേശുക്രിസ്തു മനുഷ്യശരീരത്തിൽ ഇരിക്കുമ്പോൾ കഷ്ടതയിലൂടെ തികഞ്ഞു വരണമെന്ന് പിതാവിന് ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് കഷ്ടത വന്നു. ഇന്ന് കഷ്ടത വേണ്ടെന്ന് സുവിശേഷം വിറ്റ് തിന്നുന്ന കള്ളന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സൂക്ഷിച്ചോ, നമ്മുടെ കട പറിച്ചു കളയുന്ന പ്രസംഗങ്ങളാണത്. കർത്താവിനെ കണ്ടെത്തിയാൽ പിന്നെ കഷ്ടത മാറി. ധനം ധനം ധനം, വസ്തു വസ്തു വസ്തു, കാറ് കാറ് കാറ്. ഈ സെലിബ്രിറ്റിയുടെ കാറുകളൊക്കെ ഞാൻ സിനി ഫീൽഡിലും സ്പോർട്സ് ഫീൽഡിലും, സിനി ഫീൽഡിലാണ് കൂടുതൽ. അവരുടെയൊക്കെ ഓരോ കാറിനെ കുറിച്ചൊക്കെ നമ്മൾ വരുന്ന വാർത്തകൾ കാണുമ്പോഴേ ഓരോ സെലിബ്രിറ്റികൾക്കും സിനിമാ നടന്മാർക്കും ഒരു കാറ് 13 കോടി, ഒരു കാറ് 6 കോടി, 3 കോടി. കാശിന് പോക്കില്ലാത്തവനൊക്കെ കയ്യിൽ പണം വന്നു കഴിഞ്ഞപ്പോൾ കോടിക്കണക്കിൻ്റെ കൂടെ കാറും കോടിക്കണക്കിൻ്റെ കൂടെ വീടും ഒക്കെ വെച്ച് അവരങ്ങ് സൂഹിക്കുക. പിന്നെ അവർ ലോക മനുഷ്യനാണ് പോട്ടെന്ന് വയ്ക്കുക. അതിപ്പോൾ ആത്മീയത്തിലേക്കും പടർന്നിരിക്കുക. ഈ മാരക രോഗം, ക്യാൻസർ രോഗം. സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ പണം ഉണ്ടാക്കുക ലക്ഷ്യം. 5 രൂപയുടെ വാഗനാറിലും 3 രൂപയുടെ അൾട്രാ കാറിലും പോകാൻ മനസ്സില്ല. ഇപ്പോൾ 18 കോടി 20 കോടിയുടെ കാറ് വേണം. അല്ല, 18 ലക്ഷം 20 ലക്ഷത്തിൻ്റെ കോടിക്കണക്കിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അവിടെ എറണാകുളം പട്ടണത്തിൽ ഒരു ദുരുപദേശം പറയുന്ന ഉപദേശിച്ചത്, അഭയം പ്രസ്ഥാനം ഒന്നും ഞാൻ പറയുന്നില്ല. തവക്കാരെല്ലാം കൂടി ഒരു ബർത്ത്ഡേക്ക് കൊടുത്തത് 1 കോടി രൂപയുടെ കാറാണ്. വാ തുറന്ന ദുരുപദേശം അല്ലാതെ വരില്ല അവൻ്റെ. ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് പറയാം. പേര് പറഞ്ഞും പ്രസ്ഥാനം പറഞ്ഞും ഞാൻ അവരെ അവഹേളിക്കുന്നില്ല. അവരൊക്കെ എൻ്റെ സഹോദരന്മാരാണ്. അനുസരണം കെട്ട കുരുത്തം കെട്ട സഹോദരന്മാരാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവർ മടങ്ങി വരട്ടെ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്രേ ഉള്ളൂ. അവരൊന്നും വെറുക്കുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർ മടങ്ങി വരണം. പക്ഷെ മടങ്ങി വരാൻ സാധ്യത കുറവാണ്. കാരണം കോടികൾ കൈ കിട്ടിയാൽ പിന്നെ മടങ്ങി വരത്തില്ല. അതുകൊണ്ടാണ് ദൈവമക്കളെ കഷ്ടതയോടുകൂടി ദൈവത്തെ സേവിക്കുന്നതാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ഗുണം. ഞാനൊരു വാക്യം വായിച്ചു തരാം. വായിച്ചാട്ട് 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 4:9. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ, മരിച്ചവർ ഉയർപ്പിച്ച ശിഷ്യന്മാർ, നിലതെട്ടി രോഗികളെ സൗഖ്യമായ ശിഷ്യന്മാർ, കർത്താവിൽ നിന്ന് നേരിട്ട് വചനം കേട്ട ശിഷ്യന്മാർ. 1 കൊരിന്ത്യർ 4:9 മുതൽ ഞങ്ങളും ലോകത്തിലെ ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുക അവർ ശിഷ്യന്മാർ. അവർക്കൊന്നുമില്ല, തിന്നാനും കുടിക്കാനും വേണ്ട രീതിയിലുള്ള ഞാൻ ഒന്നുമില്ല അവർക്ക്. അവർ കൂത്തുകാഴ്ചയായിട്ടാണ് ലോകത്ത് ജീവിച്ചത്. അടുത്ത മരണവിധിയിൽ ഉൾപ്പെട്ടവരെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത് ഞങ്ങൾ ക്രിസ്തു നിമിത്തം, ഞാനെന്നാണ് എഴുതിയിരിക്കുന്നത്, പോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ. ഈ കൊരിന്ത് സഭയിലെ അവിടെ ഒരു സെക്കൻഡ്, ഈ കൊരിന്ത് സഭയിലുള്ള ചില വിശ്വാസികൾ അപ്പോസ്തലന്മാരെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്നു. അതിന് കൊടുത്തൊരു മറുപടിയാണ്. അടുത്ത് ഈ ശ്രദ്ധിക്കണം ഈ വാക്യം. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെയും ഇന്നത്തെ ശിഷ്യന്മാരുടെയും സെലിബ്രിറ്റി ശിഷ്യന്മാരെയും, കോടികളുണ്ടാക്കി സൂഹിക്കുന്ന ശിഷ്യന്മാരും കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെയും തമ്മിൽ കമ്പയർ സ്റ്റഡി നടത്താൻ പോവുക. ഇതെനിക്ക് പ്രേരണ കിട്ടുന്നുണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. കാരണം ഇത് പ്രസംഗിച്ച് ജനത്തെ കേൾപ്പിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ജനം അടിവളലം തെറ്റിപ്പോവും. അതുകൊണ്ടാണ്. വായിച്ചാ ഈ നാഴിക വരെ കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പറയുന്നു, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും
സ്ഥിരവാസം കൂടാതിരിക്കുന്നു. ആ, സ്വന്തം കൈതാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും ഇന്നുവരെ സകലത്തിന്റെ അഴുക്കായി തീർന്നു. ഇതുവല്ല ഇന്നത്തെ ശിഷ്യന്മാർക്കുണ്ടോ? അവരുടെ ഷർട്ട് ഉടയാൻ പാടില്ല. അവർക്ക് 5 ലക്ഷത്തിൻ്റെ കാറ് പോരാ, 18 ലക്ഷത്തിൻ്റെ കാറ് വേണം. അവർക്ക് 2000 കൊടുത്തുകൊണ്ടിരിക്കുന്നവർ അടുത്ത് 4000 കൊടുക്കണം. ഇത് വല്ല ശിഷ്യന്മാർ പറഞ്ഞോ? പ്രിയപ്പെട്ടവർ, അവർക്ക് തിന്നാനും കുടിക്കാനും ഉടുക്കാനൊന്നുമില്ല. കഷ്ടപ്പാടുകളായിരുന്നു അവരുടെ ജീവിതം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പന്മാരായി വ്യാഖ്യാനിക്കപ്പെടുന്ന കെ എബ്രഹാം സാറ്, കെ സി ജോൺ അല്ല, സോറി, കെ എബ്രഹാം സാറ്, അവരുടെ തലമുറകളൊന്നും ഇതിൻ്റെ 7 അയലത്ത് പോലും വരത്തില്ല അവരുടെ ജീവിതമായിട്ട്. അത് ഞാൻ എടുത്ത് പറയാം. ഞാൻ ഉള്ളതുപോലെ അങ്ങ് പറയുക, സൂചിപ്പിച്ച് പറയുന്ന പരിപാടി നമുക്കില്ല. PM ഫിലിപ്പച്ചൻ കഷ്ടതയിലൂടെ പോയി. പാസ്റ്റർ CC ജോർജ് കഷ്ടതയിലൂടെ പോയി. പാസ്റ്റർ ക്യാപ്റ്റൻ ഷമുൽ പട്ടിണി കിടന്ന് അടികൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തു. കൊച്ചുകുഞ്ഞു ഉപദേശി. അങ്ങനെ വിശുദ്ധന്മാരുടെ ഒരു വലിയ നിര കേരളക്കരയിലുണ്ട്. ദൈവം വരദാനമായി തന്നവരെ. അവർ പറയുന്ന ഉപദേശം ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പിള്ളേർ പറയുന്നൊന്നുമല്ല. തെക്കും മുടക്കും അറിഞ്ഞൂടാത്ത വേദപുസ്തകത്തിന്റെ ABCD മനസ്സിലാക്കാത്ത പിള്ളേർ പറയുന്ന ഉപദേശമല്ല ഈ പറയാം. പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ ഉപദേശം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നേ. കഷ്ടതയോടുകൂടി ദൈവത്തെ സേവിച്ചവര്, കയ്പിച്ചീരോടുകൂടി ആട്ടുംകുട്ടിയെ ഭക്ഷിച്ചവര്. അതാ ഞാൻ എക്സോഡസ് 12 കൊണ്ടുവരാനുള്ള കാരണം. കയ്പിച്ചീരോടുകൂടി ആട്ടുംകുട്ടിയെ ഭക്ഷിക്കണം. കഷ്ടതയോടുകൂടി കർത്താവിനെ സേവിക്കണം. കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു. എന്നിട്ട് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. കഷ്ടതയാണ് നമുക്ക് പ്രത്യാശ തരുന്നത്. പ്രത്യാശയില്ലെങ്കിൽ കർത്താവിൻ്റെ വരെ പോവുമോ? നമ്മെ ആയുസിൽ മാത്രം പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരും അരിഷ്ടന്മാരത്രേ. ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ളൊരു പ്രത്യാശയും ഹല്ലേലൂയ പ്രതീക്ഷയില്ലാതെ എങ്ങനെയാണ് സ്വർഗത്ത് പോകുന്നത്? നമ്മുടെ പ്രത്യാശ കർത്താവിൻ്റെ വരവാണ്. വിശുദ്ധന്മാരുടെ പ്രത്യാശ കർത്താവിൻ്റെ വരവാണ്. അവരുടെ ഗോള് സ്വർഗരാജ്യമാണ്, ദൈവരാജ്യമാണ്. അത് വിട്ട് ഒരു കളിക്കും നമ്മൾ ആരും പോകരുത്. 100 പ്രസംഗങ്ങൾ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഈ പറയുന്നത്, നമ്മുടെ നിത്യത നഷ്ടമാക്കാൻ സാത്താൻ കൊണ്ടുവന്നിരിക്കുന്ന ഒത്തിരി ദുരുപദേശത്തിൻ്റെ കണികളുണ്ട്. അത് ഒഴിഞ്ഞു പോകാനാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവും അപ്പോസ്തലന്മാരും തന്നിരിക്കുന്ന വചനങ്ങൾ, ഉപദേശങ്ങൾ വായിച്ച് പഠിച്ച് ആ വ്യവസ്ഥയിൽ നിലനിന്ന് ജീവിച്ചാലേ നിത്യത പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. കഷ്ടത വേണ്ടെന്ന് ഒരു കൂട്ടം ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ പറയുന്നു. അത് മറ്റൊരു സുവിശേഷമാണ്. അതിൻ്റെ പിന്നിൽ മറ്റൊരു ആത്മാവാണ്. അവർ വിഭാവന ചെയ്യുന്നത് മറ്റൊരു ക്രിസ്തുവിനെയാണ്, എതിർ ക്രിസ്തു. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഇന്നലെ ചോദിച്ചു, കർത്താവ് എന്താ ഇന്ന് പ്രസംഗിക്കേണ്ടത്? ഒരു പിടിയും കിട്ടിയില്ല. ഇന്ന് രാവിലെയാണ് നിത്യജീവൻ എന്നുള്ള വിഷയം എൻ്റെ ഉള്ളിലോട്ട് കയറിയത്. ഉടനെ ഞാൻ കുറേ വേദപുസ്തകമൊക്കെ പെട്ടെന്ന് എടുത്ത് അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ എടുത്തൊന്ന് മനസ്സിലാക്കിയാണ് ഈ പ്രസംഗിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നിത്യജീവൻ വേണോ? കഷ്ടതയോടുകൂടി കയ്പിച്ചീരോടുകൂടി ക്രിസ്തുവിനെ ഭക്ഷിക്കണം, കർത്താവിനെ സേവിക്കണം. കഷ്ടത വരുമ്പോൾ തള്ളിക്കളയരുത്. കഷ്ടത എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നിന്നെ ശുദ്ധീകരിക്കുന്നതാണ്. പുത്രനായ യേശുക്രിസ്തുവിനെ തികഞ്ഞവനാക്കിയ കഷ്ടതയെന്ന്. അങ്ങനെയെങ്കിൽ പുത്രന് തികയണമെങ്കിൽ നമുക്ക് തികയണ്ടേ? നമ്മെല്ലാം തികഞ്ഞാണോ ഇങ്ങോട്ട് വന്നേക്കണേ? ഒരു മണ്ണാങ്കട്ടി അറിഞ്ഞുകൂടാത്ത ഉപദേശിമാരല്ലേ ഇന്ന് ആത്മീയ കുളത്തിൽ കിടക്കുന്ന നല്ലൊരു പങ്കും. പറയുന്നതിൽ വലിയ വേദനയുണ്ട് എനിക്ക്. അവരുടെ ലക്ഷ്യം മുഴുവൻ ഭൗതികം ഭൗതികം ഭൗതികം, ഉയർച്ച ഉയർച്ച ഉയർച്ച. ആണ്ടർതി യോഗത്തിന് ആവർത്തന പുസ്തകം 28-ാം അധ്യായം വായിച്ച് ഓരോരോ കണ്ണീരൊഴുക്കുന്ന ഭക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം അനുഗ്രഹിക്കപ്പെടും, എല്ലാം അനുഗ്രഹിക്കപ്പെടും. ഉളയ്ക്കുന്ന തൊട്ടിയും മാവും പട്ടിയും പൂച്ചയൊക്കെ അനുഗ്രഹിക്കപ്പെടും. ഈ തൊടുന്നതൊക്കെ അനുഗ്രഹമായി തീരും. പുതിയ നിയമം പഠിക്കുമ്പോൾ അവർ ജനലത്തൊക്കെ അടി കൊടുത്ത് ഓടിക്കുക ചെയ്തത്. ഒരു തരത്തിൽ നിന്ന് അടി കിട്ടി ഓടി അപ്പുറത്ത് പോയി പ്രസംഗിച്ചു. അവിടെ അടിച്ചപ്പോൾ അവിടെ നിന്ന് ഓടി. അങ്ങനെ ഓടി അടിച്ചടിച്ചടിച്ചാൽ അവസാനം എല്ലാത്തിനെയും തല്ലി കൊന്നു അവരെല്ലാം കൂടി. പൗലോസിനെ വാള് കൊണ്ടുവന്നു, യോഹന്നാനെ തലക്കടിച്ചു കൊന്നു വിറക് കഷ്ണം കൊണ്ട്. ഓരോരുത്തരും രക്തസാക്ഷികളായി മരിച്ച്
സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ അവർ വിശ്രാമ സ്ഥലത്ത് വിശ്രമിക്കുക. ഇവിടെ പറയുക കഷ്ടത വേണ്ടെന്ന്. ഇതാര് പറയണം? വിശ്വസിക്കണം? കൂടെ നടന്ന് രക്തസാക്ഷികളായി പോയ അപ്പോസ്തലന്മാർ പറയണ വിശ്വസിക്കണമോ? ഈ ചക്കും ചുക്കും അറിവിടാത്ത ഉപദേശിമാർ പറയണ വിശ്വസിക്കണമോ? യെശയ്യാവ് പറഞ്ഞതുപോലെ കുട്ടികൾ പീഡിപ്പിക്കുക. ഒരു വകയറിവിടാത്ത കുട്ടികളാണ് ഇന്ന് വേദോസം പ്രസംഗിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. വകയെന്ന് പറഞ്ഞാൽ ലോകത്തെക്കുറിച്ചൊക്കെ അവർക്കറിയാൻ കേട്ടോ. ലോകത്തിൻ്റെ ജ്ഞാനം ഒരു മനോഹരമായ നിലയിൽ പ്രസംഗിക്കും. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയെന്നുള്ളത് ഈ പോഷന്മാർക്ക് മനസ്സിലാവുന്നുമില്ല. പിന്നെന്തോ ചെയ്യും? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടതയോടുകൂടി എന്ത് ചെയ്യണം? ആട്ടിൻകുട്ടിയെ ഭക്ഷിക്കണം. ചുട്ട ആട്ടിൻകുട്ടിയെ ഭക്ഷിക്കണം. തീയിൽ ചുട്ട ആട്ടിൻകുട്ടി. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ദൈവക്രോധത്തിൻ്റെ അഗ്നിയിൽ വെന്തമർന്നാണ് പാപികളായ നമ്മൾക്ക് വേണ്ടി രക്ഷ തന്നതെന്ന് മനസ്സോളം. അതാണ് തീയിൽ ചുട്ട ആട്ടിൻകുട്ടി തരുന്നൊരു പഠനം. ദൈവക്രോധത്തിൽ അവൻ വെന്തെരിഞ്ഞു പാപികളായ നമുക്ക് വേണ്ടി. അതുപോലെ അതിന് നിഴലായിട്ട് തീയിൽ ചുട്ട ആട്ടിൻകുട്ടിയെ കൈപ്പിച്ചിലോടുകൂടി ഭക്ഷിക്കണം. ഭക്ഷിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തരുന്ന വാക്യം 11-ാം വാക്യമാണ്. അര കെട്ടണം, ചെരുപ്പിടണം, വാടി പിടിക്കണം, എന്നിട്ട് വേണം തിന്നാൻ. ഈ ആട്ടിൻകുട്ടിയെ സേവിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് പിന്നെ കോടികൾ ഉണ്ടാക്കാൻ നടക്കരുത്. പിന്നെ പൈസയുടെ പിറകെ പോകരുത്, കസേരയുടെ പിറകെ പോകരുത്, രാഷ്ട്രീയത്തിൽ ഇറങ്ങി MLA ആകാനും മന്ത്രിയാകാനും പോകരുത്. അപകടം മണത്തോണ്ടായി പറയുന്നത്. നന്നായി വചനം പ്രസംഗിച്ച് കാണുന്ന പല മാസ്റ്റർമാരും ഇപ്പം MLA ആണോ എന്ന് പറഞ്ഞ് നടക്കുക, മന്ത്രിയാണോ എന്ന് പറഞ്ഞ് നടക്കുക. സാത്താൻ നിങ്ങളുടെ കടപറിച്ചുകളെയും നിത്യ സ്വർഗത്തിന് പകരം നിത്യ നരകയാക്കി യോഗ്യനാക്കി നിങ്ങളെ മാറ്റും. ഈ ലോകത്തിൽ രണ്ടുപേരാകരുതെന്ന കർത്താവ് പഠിപ്പിച്ചത്. ഈ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ രാജ്യം ഐഹികമല്ലെന്ന കർത്താവ് പഠിപ്പിച്ചത്. ഈ രാജ്യത്തിൻ്റെ സിസ്റ്റങ്ങളല്ല സ്വർഗരാജ്യത്തിലേക്ക് ഉള്ള സിസ്റ്റം. അത് മറ്റൊന്നാണ്. അത് സ്വർഗീയമാണ്, അത് ആത്മികമാണ്, അത് മഹാസന്തോഷത്തിൻ്റെതാണ്, അത് വിശുദ്ധിയുടെയും വേർപാടിൻ്റെ അനുഭവമാണ്, അത് തേജസ്സിനാൽ നിറയപ്പെട്ടതാണ്. ഇവിടുത്തെ സിസ്റ്റങ്ങളൊന്നും അവിടെ ഇല്ല. വെളിവ് കെട്ട കുറേ ഉപദേശിമാർ ഇറങ്ങിയിട്ടുണ്ട്. പരസ്യമായിട്ട് അവർ സോഷ്യൽ മീഡിയ വഴിയെ പറഞ്ഞു, ഞങ്ങളുടെ പ്രസ്ഥാനത്തു നിന്ന് ഒരാൾ കാൻഡിഡേറ്റായിട്ട് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ പ്രസ്ഥാനത്ത് ഞങ്ങൾ ഉളുപ്പില്ലേ, നാണമില്ലേ ഇവർക്ക് ഇത് പറയാൻ? ഹല്ലേലൂയ. എനിക്കത് കണ്ടപ്പോൾ സങ്കടം. ഇത്ര വിവരദോഷികളായി പോയല്ലോ നമ്മുടെ ഈ ശുശ്രൂഷന്മാരിൽ നല്ലൊരു പങ്കും. ഈ ലോകം ദുഷ്ടൻ ഭരിക്കുക. ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താനാ, ഈ ലോകത്തിൻ്റെ ദൈവം സാത്താനാ. ഈ ലോകം ഭരിക്കുന്ന ഈ പ്രഭുവിൻ്റെ കൂടെ നമ്മൾ ഭരണം നടത്താനോ? അതിലൂടെ ആൾക്കാരെ ആക്കി വെച്ചിട്ടുള്ള അവർ ഭരിച്ചോളും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് പത്രോസും പൗലോസും. രാജാക്കന്മാർക്ക് വേണ്ടിയും ഭരണകർത്താർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. മോദി പ്രധാനമന്ത്രി ആകണ്ടെന്ന് പറഞ്ഞ് ഘോഷിച്ച് പ്രാർത്ഥിച്ച വില്ലന്മാരുള്ള നാടാ നമ്മുടെ ആത്മീയ കോളം. ഒരു ബോധമില്ലാത്തതുണ്ട്. ആര് വരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ദൈവഹിതപ്രകാരമുള്ള ഭരണം നമ്മൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ദൈവഹിതപ്രകാരമുള്ള ഭരണമേ ഇവിടെ നടക്കൂ. 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭരണത്തെ മുഴുവൻ തുടച്ചെറിഞ്ഞിട്ട് നെബൂഖദ്നേസർ കണ്ട 4 ബിംബം, സ്തോത്രം, ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീസ്, റോം, 4 സാമ്രാജ്യങ്ങൾ. അവസാനത്തെ ആ ബിംബത്തിൻ്റെ അവസാന ഭാഗം ഇരുമ്പും കളിമണ്ണും. അതാണ് ഡെമോക്രസി. ഇരുമ്പും കളിമണ്ണും. അതായത് മാനുഷിക ഭരണം ഒരിക്കലും നമുക്ക് ചേരത്തില്ല. മനുഷ്യൻ്റെ ഈ മനുഷ്യനെ ഭരിക്കാൻ കഴിയില്ല. അതിനുള്ള കഴിവ് മനുഷ്യനില്ല. ഉണ്ടെന്നൊക്കെ ചുമ്മാ പറയുക. 2-3 വർഷമൊക്കെ ഭരിച്ചു കഴിയുമ്പോൾ ഒരു സ്വസ്ഥതയില്ല. ഇപ്പോൾ VD സതീശൻ മന്ത്രിസ്ഥാനത്തിരിക്കുന്നു, സ്വസ്ഥതയുണ്ടോ? മുമ്പ് ഭരിച്ചു പോയ ആൾക്ക്, മുമ്പ് ഇവിടെ നിന്ന് ഭരണം നടത്തി ഇറങ്ങിപ്പോയ ആൾക്ക് അപ്പനും മോക്കും സ്വസ്ഥതയുണ്ടോ? എപ്പോൾ പൂട്ടുവിടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം സാത്താൻ ഈ ലോകത്തെ മുഴുവൻ ഇട്ട് അമ്മാനമാടുകയാണ്. വെളിപ്പാട് 12:9 നമ്മൾ എന്താ വായിച്ചത്? സർവ്വഭൂമിയെയും തെറ്റിച്ച് കളയുന്ന സാത്താൻ ഭൂമിയെ മുഴുവൻ തെറ്റിച്ചിട്ടിരിക്കുക. വെളിപ്പാട് 16 ഒരു വാക്യം കൂടി ഞാൻ പറഞ്ഞു. അതൊക്കെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാനാണ് പിന്നെയും തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ്തുകാരുടെ ഉള്ളിലോട്ട് ഈ വാക്യമൊക്കെ ഒന്ന് കയറണം. വെളിപ്പാട് 16 വരുമ്പോൾ
വേറൊരു ഭാഗത്തുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ ശക്തമായിട്ട് വായിച്ച് കേൾപ്പിച്ചെന്നുള്ള എൻ്റെ ചിന്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് 20-ന്റെ 1-2 വാക്യങ്ങൾ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും പിടിച്ച് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും. അപ്പൊ ജാതികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. വിവിധ ആശയങ്ങൾ കുത്തി നിറച്ച് കമ്മ്യൂണിസവും കോൺഗ്രസിസവും പിന്നെ വേണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ തെറ്റായ അജണ്ടകളൊക്കെ പ്രചരിപ്പിച്ച് അവരെയൊക്കെ തെറ്റിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ജാതികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 20-ന്റെ 3-ാം വാക്യത്തിൽ, വെളിപ്പാട് 12-ന്റെ 9-ൽ സർവ്വഭൂമിയെയും തെറ്റിച്ച് കളയുന്ന സാത്താൻ. ഭൂമിയെ തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മനുഷ്യരെ തെറ്റിച്ചുകൊണ്ടിരിക്കുക. ഞാനതിന് പറഞ്ഞ പെന്തക്കോസ്തുകാരിട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുക സാത്താൻ ഇപ്പോൾ. ഹല്ലേലൂയ. അതുകൊണ്ട് യഥാർത്ഥമായ ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിൽക്കണം. അപ്പോസ്തലന്മാരും കർത്താവും തരുന്ന വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിൽക്കണം. അല്ലെങ്കിൽ സാത്താൻ തകർത്തുകളയും. ഈ ലോകത്തിൻ്റെ ഭരണസാന്നിധ്യം പിടിക്കാൻ നമ്മൾ ആരും പോകണ്ട. രാഷ്ട്രീയത്തിലേക്ക് ആരും ഇറങ്ങണ്ട. മന്ത്രിയാകണ്ട, MLA ആകണ്ട. ഒരു ദൈവത്തിൻ്റെ ദാസനായിരുന്ന് ഒരു കർത്താവിൻ്റെ എളിയ സാക്ഷിയായിരുന്ന് ജീവിച്ച് അക്കരെ പോകാനായിട്ട് ഒരുങ്ങിക്കോ.